പെപ്കോ പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ വിവിധ തരത്തിലുള്ള തക്കാളികളാണ് കാണിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ കുറച്ച് പച്ചക്കറികളും കൂടി കാണിക്കുന്നുണ്ട്. ഈ പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പച്ചക്കറികൾ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വളം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ജൈവ വളമാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വിവിധ തരത്തിലുള്ള തക്കാളി വെറൈറ്റികളാണ് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് വളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന വട്ടത്തക്കാളിയാണ്. ഇതിപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ പഴുത്തിട്ടില്ല. പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന വളത്തെക്കുറിച്ചിട്ട് നമ്മളിതിൽ പറയുന്നുണ്ട്. ഇതിൽ കേടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കായ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് സാൻ മർസാനോ ടൊമാറ്റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി തക്കാളിയാണ്. ഇത് റയറായിട്ട് കണ്ടുവരുന്ന ഒരു തക്കാളിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗ്രേപ്പിൻ്റെ ഷേപ്പാണ് ഇതിനുണ്ടാവുക. അതുപോലെ കാണാൻ നല്ല ഭംഗിയാണ്. ഗ്രേപ്പ് പോലെ തന്നെ ഇങ്ങനെ കുലകുലയായിട്ട് കാഴ്ചയെടുക്കുന്ന രീതിയിലാണ് ഇത് കണ്ടുവരുന്നത്. ഒരൊറ്റ ചൂടുണ്ടായെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംമാതിരി തക്കാളി ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ ഇത് ഉപയോഗിക്കുന്നത് അധികം സോസൊക്കെ ഉണ്ടാക്കാനാണ്. നല്ല ടേസ്റ്റാണ്. അത് സാധാ ടൊമാറ്റോസിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ഈ ഒരു ടൊമാറ്റോസിനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുലകുലയായി കായ്ക്കുന്ന ഒരു ഐറ്റമാണ് ഈ സാൻ മർസാനോ ടൊമാറ്റോസ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി വേറൊരു തക്കാളി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കായ്ക്കുന്നതാണ് നമ്മുടെ ചെറിത്തക്കാളി. ചെറിത്തക്കാളിയുടെ കുറച്ചും കൂടി വലിയ ടൈപ്പാണ് ഈ ഒരു ചെറിത്തക്കാളി എന്ന് പറയുന്നത്. ഈ ഒരു ചെറിത്തക്കാളി ആണെങ്കിലും നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിന് നമ്മൾ സാധാരണ ഒരു കോല് കുത്തിയിട്ട് അതിലേക്ക് നമ്മൾ കയറിട്ട് കെട്ടി കൊടുത്തിട്ടാണ് ഇങ്ങനെ ഈ തക്കാളികളെല്ലാം തന്നെ നട്ട് വളർത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് കയറ്റി കൊടുക്കുകയും ചെയ്യാം. അതിനനുസരിച്ച് ഇത് ബ്രാഞ്ചസ് ഇങ്ങനെ ചാടുന്നതിനനുസരിച്ച് അതിൽ ഇഷ്ടം പോലെ തക്കാളികൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു തക്കാളി വരുന്നത് ഓവൽ ഷേപ്പിലാണ് വരുന്നത്. ഒരു ചെറിയ ഓവൽ ഷേപ്പാണ് ഇതിനുള്ളത്. ഇതാണ് ആപ്പിൾ ചെറുത്തക്കാളി. സാധാരണ ചെറുത്തക്കാളിയേക്കാൾ കുറച്ചും കൂടി വലിപ്പം ഇതിനുണ്ടാവും. ഇത് നമ്മൾ സാലഡുകളിൽ ഉപയോഗിക്കാനാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് കുറച്ചും കൂടി സ്വീറ്റാണ്. സാധാ നോർമൽ തക്കാളിയേക്കാൾ കുറച്ചും കൂടി സ്വീറ്റാണ്. കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. ആപ്പിളിൻ്റെ ഒരു ഷേപ്പായിരിക്കും ഇതിനുണ്ടാവുക. പിന്നെ ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞതാണ്. അതുകൊണ്ട് പോഷക ഗുണങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഈ ഒരു തക്കാളിക്കുണ്ട്. ഇനിയാണ് നമ്മുടെ യെല്ലോ ചെറുത്തക്കാളി വരുന്നത്. ഈ യെല്ലോ ചെറുത്തക്കാളി വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും അസിഡിറ്റി വളരെ കുറവായിട്ടുള്ള ഒരു തക്കാളിയാണിത്. കുറച്ചും കൂടി സ്വീറ്റാണ് ഈ ഒരു തക്കാളി. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ യെല്ലോ കളർ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ യെല്ലോ കളറിലുള്ള ഒരു ചെറുത്തക്കാളി ഉണ്ടാവുന്നത്. ഇത് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളത് വിത്തിനായിട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു യെല്ലോ തക്കാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്വീറ്റ് ആയിരിക്കും. സാധാ ചെറുത്തക്കാളിനെക്കാട്ടി കുറച്ചും കൂടി സ്വീറ്റാണ് യെല്ലോ ഷെയ്ഡ്. അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പും ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. യെല്ലോ കളറാണ് വരുന്നത്. ആ റെഡിഷ് കളറില്ല. തക്കാളിയുടെ നോർമൽ തക്കാളിക്ക് ഉണ്ടാവുന്ന ഒരു റെഡ് കളർ അതിനില്ല. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഒറിജിനൽ ചെറുത്തക്കാളി അല്ലെങ്കിൽ മണിത്തക്കാളി എന്ന് പറയുന്ന ഐറ്റാണ്. വളരെ ചെറുതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റാണ്. സാധാ തക്കാളി പോലെ ഒരു പുളിപ്പ് പോലും ഇതിനുണ്ടാവില്ല. നല്ല സ്വീറ്റാണ്. ഇത് നമ്മൾ കറികളിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഇഷ്ടംമാതിരി ഉണ്ടാവും. ഒരു ചെറിയൊരു ചൂടുണ്ടായാൽ അത് പടർന്ന് പിടിക്കുന്ന ഒരു ഐറ്റാണ്. നമ്മളതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഇങ്ങനെ വളർന്നു പോയിക്കോളും. ഇഷ്ടംമാതിരി ഉണ്ടാവും. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഒരു നല്ലൊരു റെഡ് കളറാണ് പഴുത്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നല്ല സ്വീറ്റാണ്. നല്ല വലിപ്പുണ്ടല്ലോ. ഞാൻ അടുത്തെടുക്കാം. നല്ല വലിപ്പുണ്ട് കേട്ടോ. കൈ കൊണ്ട് മതിക്കത്തെ.
ഇത് ഞങ്ങളിവിടെ ഉരുളക്കിഴങ്ങ്, വളരെ ചെറിയ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ടായതാണ്. ഒരുപാട് കിട്ടി. ഞങ്ങൾ ഒറ്റ ഏരിയ എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് മണ്ണ്, ഇളക്കമുള്ള മണ്ണിലാണ് നട്ടത്. അപ്പോൾ നല്ല രീതിയിൽ പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിവിടെ ഉണ്ടായിട്ടുള്ള ചതുരപ്പയറാണ്, വളരെ നീളമുള്ള ചതുരപ്പയറാണ്. ചതുരപ്പയറിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ പടവലം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബീൻസ്, പടവലം ഒക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. പടവലം കായ് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കായ് പിടിച്ച് വരുമ്പോൾ തന്നെ പേപ്പർ ഇട്ട് കൊടുക്കലുണ്ട്. അത് ഈച്ചകളൊന്നും കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വഴുതനങ്ങയൊക്കെ നട്ടിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ ഇപ്പോൾ കായ്ച്ച് വന്നിട്ടുണ്ട്. വഴുതനങ്ങ, ബീൻസ്, പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ട്. പച്ചമുളകൊക്കെ നല്ല രീതിയിൽ നല്ല കരുത്തോടെ തന്നെ ഇലകൾ വന്നിട്ടുണ്ട്. അതുപോലെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുട്ടിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്താണ് വളം കൊടുക്കേണ്ടത്. വളം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ഈ ജൈവവളം തയ്യാറാക്കുന്നതും കൂടി നമുക്ക് നോക്കാം. ഒരു ബക്കറ്റിലേക്ക് 10 കിലോ ചാണകവും 5 കിലോ കോഴിക്കാഷ്ടവും അതുപോലെ 1 കിലോ കടലപ്പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചെടികൾക്ക് കൊടുക്കുന്നത്. ഇത് 3 ദിവസം നമ്മൾ പുളിപ്പിക്കാൻ വെക്കണം. പുളിപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്ന് 1 കപ്പ് വളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മളെല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ്പിടുത്തവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വളർച്ചയും പച്ചക്കറികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.